സിനിമാ പാട്ടിൽ ഭക്തിഗാനം മിക്സ് ചെയ്ത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്ന് സന്താനം 100 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ബി.ജെ.പി. നേതാവ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. സന്താനത്തിന് വരാനിരിക്കുന്ന ഡി നെക്സസ് ലെവൽ എന്ന തമിഴ് ഹൊറർ കോമഡി ചിത്രം മെയ് 16-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. റിലീസിന് 2 ദിവസം മാത്രം ശേഷിക്കെ ചിത്രവും നടനും പുതിയ വിവാദത്തിലാക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിലെ കിസ്സ 47 എന്ന ഗാനത്തിൽ ശ്രീനിവാസ ഗോവിന്ദ എന്ന ഭക്തിഗാനം ഉപയോഗിച്ചത് ചില പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പാശ്ചാത്യ സംഗീത മിശ്രിതത്തിൽ ഇത്തരമൊരു ഐക്കണിക് ഭക്തിഗാനത്തിന്റെ ഉപയോഗത്തെ ബി.ജെ.പി. നേതാവ് ഭാനുപ്രകാശ് റെഡ്ഡി വിമർശിച്ചു. സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ട്രാക്ക് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർമ്മാതാക്കൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 100 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നേതാവ് ആവശ്യപ്പെട്ടു. ഗാനത്തിലെ വരികൾ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നാണെന്നും അത് കലാപത്തിന് കാരണമാണെന്നും അതുവഴി ആളുകൾക്കിടയിൽ ഐക്യം തകരാൻ സാധ്യതയുണ്ടെന്നും ഭാനുപ്രകാശ് റെഡ്ഡി അവകാശപ്പെട്ടു. സന്താനത്തിനും നിഹാരിക എന്റർടൈൻമെന്റ്സിനും എതിരെ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. എസ്. പ്രേം ആനന്ദ് ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നിഹാരിക എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ വെങ്കട്ട് ബോയപ്പൻലിയും ആര്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡി നെക്സസ് ലെവലിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഓഫ്രോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.